ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കൂടവിടെ എന്ന സീരിയലിലെ നായികാവേഷത്തിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് അൻഷിത അഞ്ചി. ആ സീരിയൽ വലിയ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു. തുടർന്ന് തമിഴ് സീരിയലുകളിലും അൻഷിത സ്ഥിര സാന്നിധ്യമായി. അതിൽ അർണവിനൊപ്പം നായികാവേഷം ചെയ്ത ചെല്ലമ്മ എന്ന സീരിയൽ വലിയ വിജയമായി മാറി. ഇതോടെ തമിഴിൽ അൻഷിതയ്ക്ക് ധാരാളം ആരാധകരെയും ലഭിച്ചു. ചെല്ലമ്മയുടെ ഭാഗമായതോടെ താരം വിവാദങ്ങളിലും ചെന്നുപെട്ടു. സീരിയലിലെ നായകൻ അർണവുമായി അൻഷിത പ്രണയത്തിലാണെന്ന ഗോസിപ്പും പ്രചരിച്ചു. അൻഷിതയുമായുള്ള സൗഹൃദത്തോടെ ഭാര്യയും നടിയുമായ ദിവ്യ ശ്രീധറുമായുള്ള അർണവിന്റെ കുടുംബജീവിതവും വഷളായിരുന്നു. ദിവ്യ ഗർഭിണിയായിരിക്കെ തന്നെ അർണവ് ഭാര്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. അൻഷിതയ്ക്കെതിരെ ദിവ്യ പോലീസിൽ പരാതി നൽകിയ സാഹചര്യം വരെയുണ്ടായി. ആ സമയത്തുള്ള ദിവ്യയുടെയും അൻഷിതയുടെയും സംഭാഷണങ്ങളടങ്ങിയ ഓഡിയോയും ലീക്കായിരുന്നു. അർണവ് ദിവ്യ വിഷയത്തിൽ തമിഴ് ഇൻഡസ്ട്രിയിലെ ഭൂരിഭാഗം താരങ്ങളും ദിവ്യയുടെ പക്ഷത്തായിരുന്നു. അൻഷിതയ്ക്ക് ധാരാളം ഹേറ്റേഴ്സിനെ ലഭിക്കുന്നതിനും ഈ വിഷയം കാരണമായി. ഈ വിവാദം പ്രേക്ഷകരൊന്നും മറന്നിട്ടില്ല. അതിനിടെയാണ് ബിഗ് ബോസ് തമിഴിന്റെ ഈ സീസണിൽ അൻഷിതയും അർണവും മത്സരിക്കാൻ എത്തിയത്. ചെല്ലമ്മയിലെ പ്രകടനത്തിലൂടെ തമിഴ്നാട്ടിലും ആരാധകരെ സമ്പാദിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബിഗ് ബോസിൽ ഒരു കൈ നോക്കാമെന്ന് അൻഷിത തീരുമാനിച്ചത്. ഇരുവരും തമ്മിലുള്ള റൊമാന്റിക് കണ്ടന്റുകൾ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇരുവരും തമ്മിൽ ബുദ്ധിപൂർവ്വം അകലം പാലിച്ചു. അത് സൗഹൃദത്തിൽ പോലും ഉണ്ടായിരുന്നു. ഹൗസിൽ വെച്ച് തന്നെ ഇരുവരും തമ്മിലുള്ള ചെറിയ വഴക്കുകളും ഉരസലുകളുമെല്ലാം ശ്രദ്ധ നേടിയിരുന്നു. കൂടാതെ ജനപിന്തുണ കുറവായിരുന്നതിനാൽ അധികം ദിവസം ഹൗസിൽ തുടരാനും അർണവിനായില്ല. നേരത്തെ പുറത്തായി. 84ാമത്തെ ദിവസമാണ് അൻഷിത മത്സരത്തിൽ നിന്നും പുറത്താകുന്നത്. അർണവ് പുറത്തായതോടെ അൻഷിതയുടെ സൗഹൃദം വിജയ് വിശാലുമായിട്ടായിരുന്നു. വിശാൽ അൻഷിതയോട് പ്രണയാഭ്യർത്ഥന നടത്താനും ശ്രമിച്ചിരുന്നു. അൻഷിതയ്ക്കും വിശാലിനോട് പ്രണയമുണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു സംസാരവും പെരുമാറ്റവുമെല്ലാം. പുറത്താകുന്ന സമയത്ത് ഹൗസിന് പുറത്തേക്ക് വരും മുൻപ് രഹസ്യമായി അൻഷിത വിശാലിന്റെ കാതിൽ എന്തോ പറയുകയും ചെയ്തിരുന്നു. അർണവിന്റെ പേരാണ് അൻഷിത പറഞ്ഞതെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്ന അഭിപ്രായങ്ങളിൽ കൂടുതലും. എന്നാൽ അതല്ല സത്യം. തന്റെ മുൻ കാമുകന്റെ പേരാണ് താൻ വിശാലിന്റെ കാതിൽ പറഞ്ഞതെന്ന് പറയുകയാണ് അൻഷിത. ഇന്ത്യ ഗ്ലിറ്റേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം. തനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും അത് ഹൗസിന് പുറത്തു വന്ന് ഉടൻ സംസാരിച്ച് അവസാനിപ്പിച്ചെന്നും ഇപ്പോൾ താൻ സിംഗിൾ ആണെന്നുമാണ് അൻഷിത പറഞ്ഞത്. 84 ദിവസം ഹൗസിൽ ജീവിച്ചു. പ്രേക്ഷകർ എന്നെ മനസ്സിലാക്കി. ഇപ്പോൾ അവർ എനിക്ക് ഒരുപാട് സ്നേഹം തരുന്നുണ്ട്. അവരുടെ വീട്ടിലെ ഒരു അംഗമായി കാണുന്നു. 3 വർഷമായി ഒരുമിച്ച് സീരിയലിൽ അഭിനയിക്കുന്ന അർണവും താനും സുഹൃത്തുക്കളാണെന്നും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്തത് അതുകൊണ്ടാണെന്നും അൻഷിത പറയുന്നു. ഞാനായാണ് ഹൗസിൽ ജീവിച്ചത്. അർണവ് വളരെ പാവമാണ്. അവന് പോസിറ്റീവുകളുമുണ്ട്. ആരുടെയും നെഗറ്റീവ് അന്വേഷിച്ച് പോകുന്നയാളല്ല ഞാൻ. വിശാലിനോട് പറഞ്ഞ പേര് അർണവിൻ്റേതല്ല. അർണവിനും എന്റെ പ്രണയത്തിനും യാതൊരു ബന്ധവുമില്ലെന്നും താരം പറയുന്നു. കാതിൽ പറഞ്ഞത് എന്റെ മുൻ കാമുകന്റെ പേരാണ്. ഹൗസിൽ വെച്ച് വിശാലിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കുറച്ച് അധികമായി, അത്രയേ വിശാലിനോട് അങ്ങനെയൊരു പ്രണയമുണ്ടെങ്കിൽ അത് ഉറപ്പായും എല്ലാവരോടും ഞാൻ പറയും. അതൊരിക്കലും മറച്ചുവെക്കില്ല. എനിക്കുണ്ടായിരുന്ന ഒരു പ്രണയം ഞാൻ ഹൗസിന് പുറത്തിറങ്ങിയ ഉടൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അയാൾ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു. എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടാണ് വന്നത്, അൻഷിത പറയുന്നു. വിജയ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് തമിഴ് സീസൺ 8 ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അതുമായി മത്സരാർത്ഥികളുടെ പക്ഷം പിടിച്ചുള്ള തർക്കങ്ങളും ഫാൻ ഫൈറ്റുകളുമെല്ലാം സോഷ്യൽ മീഡിയയിലും സജീവമാണ്. പുറത്തായ ചില മത്സരാർത്ഥികളും ഹൗസിലേക്ക് തിരികെ എത്തിയിട്ടുമുണ്ട്. ഒപ്പം അൻഷിതയും.